ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ കുറേ ഫാമിലീസ് എസ്പെഷ്യലി ഇവരെ മൂന്നുവരെയും ഒന്നിച്ചിങ്ങനെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. അതായത് അനുമോള്, ആര്യൻ, ജിസേല് മൂന്ന് സ്ട്രോങ് പ്ലെയേഴ്സിന്റെ വീട്ടിൽ നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കും, ഇതെന്താണ് അനുമോൾ അടിപൊളിയാണ്, പക്ഷേ PR കുറച്ച് കുഴപ്പമാണ്. ശരിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പുറത്ത് നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അനീഷിന്റെ PR എല്ലാം കൂടെ അനുമോളുടെ PR പറഞ്ഞ് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് അനുമോളുടെ കുറെ PRകളും അനുമോളിന്റെ ഫാൻസ് എന്ന് പറയുന്നവരും കുറെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കൂട്ടരെയും നോക്കുക. ബിഗ് ബോസ് ഹൗസിൽ ഇതിലും വലിയ അനീഷും അനുമോളും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അധികം പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ ഈ രണ്ട് വ്യക്തികൾ നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആണ്. ഇവരിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കിടന്ന് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചാൽ ഉള്ള വോട്ടും കൂടി അവർക്കുള്ളത്, അതായത് മീൻസ് അനുമോൾക്കുള്ള വോട്ട് ചിലപ്പോൾ അനീഷിനായിരിക്കും പോകുന്നത്, അനീഷിന് കിട്ടേണ്ട വോട്ട് ചിലപ്പോൾ അനുമോൾക്കായിരിക്കും പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഈ ഒരു ഫാമിലി റൗണ്ട് ബിഗ് ബോസിന്റെ ഒരു കുരുട്ട് ബുദ്ധി അതാണ്. ഫാമിലി റൗണ്ട് ഇത്രയും നേരത്തെ കൊണ്ടുവന്നത് തന്നെ ഇവരാരും ഈ കളിക്കുന്നത് പോരാ, ഒരു 7ന്റെ പണി എന്ന് പറഞ്ഞ് ഹൈപ്പ് കൊടുത്തിട്ട് ഈ ബിഗ് ബോസ് സീസൺ അങ്ങനെ ഈസി ആയിട്ട് ഒരാൾക്ക് കിട്ടരുത്. ഇനി സാബുമാനെങ്ങാനും ബിഗ് ബോസിന്റെ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടുപോയി എന്ന് കരുതിയിട്ടായിരിക്കാം ബിഗ് ബോസ് കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയത്. അപ്പൊ ഈ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും കുറേ ടിപ്പുകളൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ കിട്ടിയ ടിപ്പ് അവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നുള്ളതാണ് പ്രശ്നം. നേരെ മറിച്ച് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ടിപ്പും കൊടുക്കാതിരുന്നാൽ, ഈ ഫാമിലി വന്നിട്ട് ഒരു ടിപ്പും കൊടുക്കാതിരുന്നാൽ അവർ ഓക്കെയാണ്. പക്ഷെ എങ്കിലും ഇന്നിപ്പോ ജിസേലിന്റെ മമ്മി വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ജിസേലാണ് ഈ കൂട്ടത്തിൽ എല്ലാ പേരൻസും വന്നെങ്കിലും ഈ ജിസേലിന്റെ പേരന്റ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഷോക്കിംഗ് ആയിട്ടോ ഉഫ് എന്ന് പറയാൻ തോന്നിപ്പോയി. കാരണം ആര്യനെ മനഃപൂർവ്വം മാറ്റി നിർത്തി. ഭയങ്കര സ്ട്രോങ് ഒരു ലേഡിയാണ് കേട്ടോ. എന്നിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്, ശകാരിക്കുന്ന. അതുപോലെ തന്നെ ജിസേല് ശരിക്കും പാവമാണ് എന്ന ഒരു ഫീല് കൊണ്ടുവരുന്ന കണക്കാണ് മമ്മിയോട് ജിസേല് സംസാരിക്കുന്നത്. മമ്മിയെടുത്ത് ആ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫീലിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിസേൽ എന്ന് പറയുന്നത് ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത, ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ജിസേലിനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ആര്യന്റെ അമ്മയും ബ്രദറും ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ചില്ലാണ്. നമ്മുടെ അനീഷ് പറയുന്നത് പോലെ തന്നെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റിച്ച് ഒക്കെ ആയിരിക്കണം. അവരുടെ ആ ഒരു ഫിനാൻഷ്യലി ഒക്കെ നല്ല വെല്ലായിട്ടുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആര്യൻ ഇത്രയും ഹാപ്പി ആയിട്ടും. അതുപോലെ തന്നെ അവർ ഈ പറയുന്ന കപ്പിനെ കുറിച്ചൊന്നും കൂടുതൽ ബോധേഡ് അല്ല. ഇപ്പം ആദില, നൂറ അവരെ വന്ന് ഹഗ് ചെയ്ത് വെൽക്കം ചെയ്ത ആ ഒരു അമ്മ, അതുപോലെ തന്നെ ആര്യൻ അവിടെ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ ആര്യന്റെ ആ ഒരു ഗെയിമിനെ ഒന്നും ഗെയിമായിട്ട് അങ്ങനെ ഒന്നും കൺസിഡർ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ലാതെ ഒരു വീട്ടിൽ ആര്യൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കാണാൻ വരുമ്പോൾ എങ്ങനെയാണോ ബ്രദർ പെരുമാറുന്നത് അതുപോലെ എടുത്തു പൊക്കി ഹാപ്പി ആയിട്ട്. പിന്നെ ജസ്റ്റ് ആര്യന്റെ അമ്മ മാത്രം ജിസേലിന്റെ അടുത്ത്, അത് ആക്ച്വലി അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞതാണ് എനിക്ക് തോന്നിയില്ല. അതായത് ഇപ്പം ജിസേല് മകളെ പോലെ എന്ന് പറയുന്നത് അതൊന്ന് മാറ്റി പറയുന്നുണ്ട്. അത് ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അങ്ങനെയല്ല, ഞാൻ ആദിലയും നൂറയും എൻ്റെ മകളെ പോലെയാണ്, അഡോപ്റ്റ് ചെയ്യാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അമ്മ വന്നു എന്നുള്ളൊരു വിഷമമൊന്നും, അല്ലെങ്കിൽ അമ്മ പേരൻസ് വന്നില്ല എന്ന് കരുതാത്ത തരത്തിൽ അതവിടെ എന്തായാലും ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്, അടിപൊളിയാണ്. പക്ഷെ അനുമോളുടെ കേസിലേക്ക് വരാൻ, സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നിയത് അനുമോളുടെ ഒരു കാര്യമാണ്. ബിഗ് ബോസ് എന്ന് അറിഞ്ഞു തന്നെയാണ് ഇവർക്ക് 3 പേർക്കും ടാസ്ക് കൊടുത്തത്. അപ്പം ജിസേലിന്റെ അമ്മ വരുമ്പോൾ തന്നെ കാണിച്ചിട്ടാണ് ജിസേലിനെ അകത്തോട്ട് കൊണ്ടുവന്നത്. കാരണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ജിസേലിന് അമ്മയടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ബിഗ് ബോസ് അറിഞ്ഞ് തന്നെ ഒരു ഗെയിമും കൊടുത്തു. അതായത് ആ ഒരു പസിൽ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. അതായത് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള ബിഗ് ബോസ് ഹൗസിന്റെ ഏതൊക്കെ പാർട്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് പസിൽ ചെയ്യാന്ന് പറയുന്നത് ടഫാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഗ് ബോസിന്റെ ലോഗയായിരുന്നു അനുമോൾക്ക് കിട്ടിയത്. പക്ഷെ അനുമോൾ അത് ടെൻഷൻ അടിച്ച് ഫണ്ണാക്കി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആ ബിഗ് ബോസ് എന്ന് എഴുതിയേക്കുന്ന ആ ലോഗോയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ വേവ് ഉണ്ട്. ആ വേവ് എന്ന് പറയുമ്പോൾ മൈന്യൂട്ടാണ്. അത് സത്യം പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആണ് കേട്ടോ. എങ്കിലും അനുമോള് കുറച്ചധികം ഫണ്ണായിട്ടാണ് ആ ഒരു ഗെയിം ചെയ്തത്. അതായത് വീട്ടുകാർ വന്നു, അതും അനുമോൾക്ക് മാത്രം കൊടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത്, സോങ് ഇട്ടിട്ട് അനുമോൾ അവിടം വരെ പോയി നിന്നിട്ട് പെട്ടെന്ന് സോങ് ഓഫ് ചെയ്തിട്ട് അനുമോളിനെ ആക്ടിവിറ്റി റൂമിലേക്ക് വിടുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് അനുമോളും പേരൻസ് അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ അനുമോൾ അമ്മയടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അവരും അവിടെ പുറത്ത് ആ സോങ് ഒക്കെ ഇട്ട് ഇപ്പൊ തുറക്കും എന്ന് കരുതി നിൽക്കുകയായിരുന്നു അമ്മയും ചേച്ചിയും. പക്ഷെ അപ്പൊ അത് പെട്ടെന്ന് സോങ് ഓഫ് ആയപ്പോഴത്തേക്കും സത്യത്തിൽ അമ്മയ്ക്കും ചേച്ചിക്കും അവിടെ ടെൻഷൻ ആയിട്ടുണ്ട്. അവരും ഒന്നേരം കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മൊത്തത്തിൽ ഒരു സർപ്രൈസ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസിന്റെ കുരുട്ട് ബുദ്ധിയാണ്. പക്ഷേ ബിഗ് ബോസിനെ പോലും ചിരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു ഗെയിമായിരുന്നു അനുമോളുടേത്.
ആ ഒരു പസിൽ കഴിഞ്ഞതിന് ശേഷം കുറെ കൊച്ചു കൊച്ചു ബ്ലോക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആ ഒരു ബോള് ആ ബക്കറ്റിലേക്ക് വീഴ്ത്തുന്ന ഒരു ഗെയിമുണ്ട്. സത്യം പറഞ്ഞാൽ ബുദ്ധി പ്രയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അത് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വീഴില്ല. ഈ പറയുന്ന ബ്ലോക്ക് വന്ന് വീഴുന്ന സമയത്ത് ആ ബോൾ കുറച്ചൊന്ന് കുതിച്ചേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് തെറിച്ചേ പോകത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കാനൊന്നും അനിമോൾക്ക് ആ സമയത്ത് പറ്റിയില്ല. അനിമോൾ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് പലതരത്തിൽ ഓരോന്നൊക്കെ ചെയ്തിട്ട് ഇത് എന്തോന്ന് ബിഗ് ബോസ്. അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട്, അതെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചൊരു വേർഡ് ഇതായിരുന്നു, അനിമോളെ വീട്ടുകാരെ കാണണ്ടേ. ഉടനെ അനിമോൾ തിരിച്ചു പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ കാണണ്ടേ, ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ, അപ്പൊ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അനിമോൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അനിമോള് ആ ടാസ്ക് കംപ്ലീറ്റ് ആയത്, ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ബിഗ് ബോസ് ഹൗസിലേക്ക് അങ്ങോട്ട് വന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടേ അനിമോളുടെ അമ്മ ഭയങ്കര ഉപദേശമാണ് കേട്ടോ. അനിമോള് വിചാരിക്കുന്നതല്ല, അനിമോളായിട്ട് അങ്ങ് ഉപദേശിച്ച്, അതും ഗെയിം കളിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല. നീ എന്തിങ്ങനെ കരയുന്നേ? അന്നേരം അനിമോള് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഈ 3 മാസം കൊണ്ട് എനിക്ക് കരച്ചിൽ മാറ്റി വെക്കാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ അനിമോളുടെ ഒരു ജെന്യൂനിറ്റി അവിടെ കാണാം. ഒരു ഉപദേശം കൂടെ അമ്മ ആ അനിമോൾക്ക് കൊടുക്കണമായിരുന്നു. നീ ഇങ്ങനെ പാത്തും പതുങ്ങി ഈ രാത്രി അവിടെ എവിടെയും പോയി ഒന്നും കാണല്ലേ, ചുമ്മാ ഓരോന്ന് പോയി ഒളിച്ചു നോക്കല്ലേ എന്നും കൂടി അമ്മയ്ക്ക് പറയാനായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കാര്യം അമ്മ പറയുന്നുണ്ട്, ഒരു നീല കവറും പിടിച്ച് എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ നീ എങ്ങോട്ടായി പോകുന്നേ, അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ ആര്യ ചേച്ചിയും അതുപോലെ അനിമോളും പറയുന്നുണ്ട്, ഈ ഒരു കവറിനകത്താണ് എൻ്റെ കുളിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്, ഞാൻ ഇതും കൊണ്ട് കുളിക്കാൻ പോവുകയാണ് എന്ന് അനിമോള് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ആര്യന്റെ ആ ഒരു കുട്ടിത്തരമൊക്കെ അവിടെ പിടിച്ചു നിർത്തി ആര്യനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ശരി, ഈ ഒരു ടാസ്ക് ഫാമിലി വീക്ക് ഇത്രയും നേരത്തെ കൊണ്ടുവന്നത് ബിഗ് ബോസ് ശരിക്കും അറിഞ്ഞു തന്നെ കൊടുക്കുകയാണ്. അതായത് ഒന്നുകിൽ സാബുമാൻ കയറി ഫസ്റ്റ് എടുത്ത് കളയും. കാരണം എന്തുവാ, ഒന്നും ചെയ്യാതെ ഇരുന്ന് സാബുമാൻ അവിടെ വോട്ട് പിടിക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരാഴ്ച, ഈ ഷാനവാസിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ചീപ്പായിട്ടാണ്. ഒന്ന് ഇത്തിരി നല്ലതാണെന്ന് തോന്നി നമ്മളിപ്പോ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ പോലെ റിവ്യൂ ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ എന്താ അറിയോ, ഒരാഴ്ച ഷാനവാസ് സൂപ്പറായിട്ട് കളിക്കുന്ന കേട്ടോ, ഫെയർ ഗെയിമാ, പിറ്റേ ദിവസം ഷാനവാസ് വെറും ഫ്ലോപ്പാണ് കേട്ടോ, വെറും മോശം, ഇങ്ങനെ മോശം ചെയ്യുന്ന അനിമോളുടെ കേസ് ഇത് തന്നെയാണ്. നന്നായിട്ട് സ്ക്രീൻ പ്രസൻസ് കൊണ്ടുവന്ന് ഈ ഒരു ബിഗ് ബോസ് സീസണെ, ഈ ഒരു സീസൺ 7 എന്നുള്ള രീതിയിൽ ഫേമസ് ആക്കിയത് ജിസേലും അനിമോളും കൂടിയാണ്. ഇവർ രണ്ടുപേരുടെ ആ ഒരു കോംബോ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പിന് വേണ്ടിയിട്ട് തല്ലുപിടിച്ചതും മേക്കപ്പ് ഒളിപ്പിച്ചു വെച്ചതും ഒക്കെ അങ്ങോട്ട് കുത്തിപ്പൊക്കി CID അനിമോളൊക്കെ ആയി അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഉണ്ട് അങ്ങേയറ്റം ചീപ്പായിട്ട് അവരെന്താണോ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അത് ഈ സീസണിലെ ഏറ്റവും വലിയ കോണ്ടന്റ് ആയിരുന്നു. കോണ്ടന്റ് ബേസ് ബിഗ് ബോസിനകത്ത് അനിമോൾ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്, അതായത് ജിസേലും ആര്യനും കൂടി എന്ത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചത് കോണ്ടന്റ് ബേസ് എന്തായാലും നന്നായിട്ട് വിറ്റ് പോയിട്ടുണ്ട്. ബിഗ് ബോസിന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിറ്റ് കൊണ്ടുപോയത് ഈ പറയുന്ന കോണ്ടന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആര്യന്റെ അമ്മ വന്നപ്പോൾ ജിസേലിന്റെ അടുത്ത് ചെറിയൊരു പ്രശ്നം കാണിച്ചതും ജിസേലിന്റെ അമ്മ വന്നപ്പോൾ ആര്യനെ മൊത്തത്തിൽ മാറ്റിയെടുത്ത് കളഞ്ഞതും. അതുപോലെ ഇവിടെ വന്നവരെല്ലാവരും തന്നെ ആര്യനും ജിസേലും ഒന്നിച്ച് കളിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കുക എന്ന് എടുത്തെടുത്ത് പറയുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇതിനൊക്കെ കാരണക്കാരി അനിമോളാണ്. സോ അനിമോളുടെ ആ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ വിൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ പറയുന്നതൊക്കെ അക്ബർ ആണെങ്കിലും ആദ്യം ഞാൻ കരുതി അക്ബർ ഒരു നല്ല ക്യാരക്ടർ ആയിരിക്കും, നന്നായിട്ട് ഗെയിം കളിക്കും, കാരണം നല്ല ഒരു ഫിസിക് ഉണ്ട്, പിന്നെ അതുപോലെ പാട്ടൊക്കെ പാടും, കുറെ എബിലിറ്റീസ് ഒക്കെ കണ്ടതാണ്. പക്ഷെ അക്ബർക്ക് ഈ അപ്പാനിയുടെ മാത്രം നിഴലായിട്ട്, അല്ലെങ്കിൽ അക്ബറിന്റെ മാത്രം നിഴലായിട്ട് പോയപ്പോഴത്തേക്കും ആ ഗെയിം അവിടെ ഇല്ല. അപ്പാനി അങ്ങോട്ട് ഔട്ട് ആയപ്പോഴത്തേക്കും ഞാൻ കരുതി ഓക്കെ ഇനിയിപ്പോൾ അക്ബർ സൂപ്പർ ആയിരിക്കും. അപ്പോൾ എന്തുവാ, ജിസേലുമായിട്ട് കൂട്ടുകൂടി വേറൊരു മൂലയ്ക്ക് ഒതുങ്ങി. പിന്നെ ഈ ബീൻ ബാഗിൽ മാത്രം ഇരുന്നു കൊണ്ട് ഗെയിം കളിച്ച് അക്ബർ കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഭയങ്കര ക്രൂക്കഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബാക്കി ഗെയിം കളിക്കുന്ന എല്ലാവരും കുറച്ചൊന്നും തണുപ്പൻ മട്ടാണ്. വേറെ ആർക്കും ഒരു കോണ്ടന്റും ഇല്ല. അനിമോൾ വിചാരിക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ. ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഗ് ബോസിനെ ഒന്ന് ഇളക്കി മറിച്ച് ഒരു പ്രൊമോ വീഡിയോ എങ്കിലും വരണമെങ്കിൽ, ഏഷ്യാനെറ്റിൽ ഒരു പ്രൊമോ വീഡിയോ വരണമെങ്കിലും അതിനും അനിമോൾ വേണം എന്നുള്ളൊരു അവസ്ഥ ഈ സീസണിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അനിമോളുടെ ഗെയിം അത് നല്ലതോ മോശമോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നുണ്ട്, അത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏതായാലും ശരി, അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം. ഇന്ന് എന്തായാലും എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു, പക്ഷെ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് വന്നിരിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ അത് വന്ന് ഓക്കെ ഇങ്ങനെയാണ് അത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു റിവ്യൂ ഒക്കെ ചെയ്ത്
ഇനി ഞാൻ എന്ത് ചെയ്താലും ശരി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. അതെല്ലാവർക്കും വരുന്നതാണ് കേട്ടോ. അപ്പം ഞാനും ഇപ്പൊ ഈ പറയുന്നതിനകത്ത് ചിലപ്പോൾ എനിക്ക് പിന്നെ വരുമ്പം അത് അങ്ങനെ ആയിരിക്കത്തില്ല, മാറ്റി പറയാൻ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് തന്നെയാണ് സത്യം എന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ ഈ ലൈവിൽ കണ്ടത് വെച്ചിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, കാത്തിരിക്കുക. അടുത്ത ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ വരാം. സീരിയൽ ഗ്രാമം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.